ഹലോ ഗൈസ്, എൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്കാണ്. മാമൻ റിയുവിൻ്റെ അമ്മയെല്ലാം അവിടെ ഉണ്ട്. ഞാനും തക്കുടും അമ്മയും അമലോട്ടനുമാണ് പോയത്. നമ്മൾ കുറേ നാളായി പോകണം എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഞാൻ അവരെ വീട്ടിലേക്ക് ഓടിപ്പോയി. നോക്കും മാമനാണെങ്കിൽ എന്നെ കണ്ട് ഓടുന്ന മേത്തൊരു മുണ്ടൂട്ട് ഓടുന്ന കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്ക് മനസ്സിലായി. ആളെ വേഗം തന്നെ പോയി ഞാൻ ആളുടെ ബോഡി ഷോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ആൾ സമ്മതിച്ചില്ല. അങ്ങനെ ആളെൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം ആൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനായിട്ട് വന്നു. ശേഷം തക്കുടും റിയുവും തമ്മിൽ പരാതി പറഞ്ഞു. തക്കുടു ആണെങ്കിൽ റിയു വിളിച്ചാൽ ഫോൺ എടുക്കൂല, വർത്താനം പറയില്ല, തക്കു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ വരില്ല എന്നെല്ലാം ഇങ്ങനെ പരാതിപ്പെട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് റിയോ മോൾക്ക് കിട്ടിയ കുറേ സമ്മാനങ്ങളാണ്. ആൾ ഡാൻസറാണ്. ഇപ്പം കേരള കലാമണ്ഡലത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. കഥകളിയാണ് സ്പെഷ്യലൈസേഷൻ എടുത്തത്. അടിപൊളി ഡാൻസറാണ്. നല്ല അടിപൊളി ഒരു ഡാൻസ് ചെയ്യും. നല്ല രസമാണ് അവളുടെ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലാവും കേട്ടോ, ഭക്ഷണം കഴിക്കാണ്ട് ആരോഗ്യമില്ലാണ്ട്. അങ്ങനെ ഞാൻ വേഗം ഇടപെട്ടിട്ട് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി പറഞ്ഞു. അവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാൻ കാരണം ഇവർക്കും ബിരിയാണി കിട്ടി. അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ട് കിട്ടേണ്ട ബിരിയാണി ഞാൻ പറഞ്ഞ് മേടിച്ചതാണ്. ബിരിയാണി ഇന്ന് ഉണ്ട് എന്ന് തക്കോട് ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളെല്ലാവരും കൂടി വട്ടമേശയിലിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അവരെയും വിളിച്ചു. പിന്നെ മാമൻ്റെ അമ്മേനോട് ഭയങ്കര സ്നേഹമല്ലേ. ഇവർ പണ്ട് മുതലേ ഭയങ്കര കട്ട കമ്പനി ആൾക്കാരുടെ ടീമാണ്. അതുകൊണ്ട് അവർ രണ്ടാളും കൂടി സ്പെഷ്യൽ ഡിഷെല്ലാം നമുക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡാൻസ് കളിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും റിയയും കൂടി കുറച്ച് സമയം ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമൻ നമ്മളെ കൂടെ അങ്ങ് കൂടി. മാമൻ പറയും നമുക്ക് ഒന്നിച്ച് കളിക്കാം, പക്ഷെ എൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാമൻ സ്പെഷ്യലായിട്ടുള്ള സ്റ്റെപ്സ് എനിക്ക് പഠിപ്പിച്ചു തരുന്നു. റിയു ആണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ നോക്കിയിരിക്കുന്ന കലാമണ്ഡലത്തിൽ കളിക്കുന്ന കുട്ടീനെ ഇടല്ലേ ഈ ഒരു ഡാൻസിനെ കാണിച്ചു തന്നതിൻ്റെ ഓള് ബോധം കെട്ട് വീണിട്ടില്ലെങ്കിലേ ഐശ്യുള്ളൂ. അപ്പോൾ റിയു ആണെങ്കിൽ സ്റ്റെപ്പ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന. അതിന് ശേഷം ഞാനും റിയു മാമനും കൂടിയിട്ട് നല്ല കിടിലനായിട്ട് എന്തോ ഒരു ഡാൻസ്. ആ ഡാൻസിന് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. അങ്ങനെ എന്തോ ഒരു ഡാൻസ് കളിച്ചു. റിയു ആണെങ്കിൽ പകുതി കഴിഞ്ഞപ്പോൾ ബോധക്കേട് തന്നെ വരാൻ തുടങ്ങി. റിയു പറഞ്ഞു ഞാൻ വിട്ടു. പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ മാമൻ എന്താ കളിക്കുന്നത് അതേപോലെ തന്നെ കളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരോടും ബായ് പറഞ്ഞു. അതിനിടയ്ക്ക് റിയുവിന് അമലോട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമലോൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, അമ്മേൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോ ഷൂട്ടായിരുന്നു. വരാൻ തോന്നിയില്ല, പക്ഷെ രാത്രി ആയതുകൊണ്ട് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മളിവിടെ അമ്മയുടെ ഫാമിലിയായിട്ട് കൂടുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയാണ്. ഒരേ വൈബുള്ള ആൾക്കാരാണ്. പാട്ടാണ് പാട്ട്, ഡാൻസാണ് ഡാൻസ്, എന്താണെങ്കിലും ഒരു അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരോടും ബായ് പറഞ്ഞു. നാളെ റിയുവിനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് കുറച്ച് റീൽസെല്ലാം എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും അമലോട്ടും തക്കളും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു. ബൈ ബൈ.